ഹായ് ഹലോ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ. അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അരിയൊക്കെ അടുപ്പിട്ടു. പിന്നെ എൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ പോയി 5-6 പയറുണ്ടായിരുന്നു. അതിനെ ഒന്ന് പറിച്ചെടുത്തു. നല്ല പയറാണ്, സൂപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ കായുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ച് കുറവാണ്. പിന്നെ ഇത് വെട്ടം വീഴുന്നു, നല്ല വെയിലായതുകൊണ്ട് 5-6 ഷീറ്റ് കിടന്നതിനെയൊക്കെ പറക്കി അങ്ങോട്ട് വെയിലത്തിടാനൊന്ന് കരുതി. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം. എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്. ഞാനിതാ ഒരു ചൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മുഴുവൻ ചൂര. അതിൻ്റെ തലയൊക്കെ വെച്ച് രാവിലെ കാപ്പി കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ചൂരത്തല മുഴുവനെ വെച്ച് ഞാനിന്ന് നല്ല ഒരു ഷാപ്പിലെ ചൂരത്തല വച്ചുള്ളൊരു കറിയാണ് വെച്ചത്. സൂപ്പർ ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ചൂരത്തലയൊക്കെ അടുപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക്സാണ്. അങ്ങനെ മീൻകാരൻ വന്നപ്പോൾ വീണ്ടും പോയി കുറച്ച് മീൻ വാങ്ങിച്ചു, ചാളയും നെത്തോലിയും. അത് നാളെ നമുക്ക് കറി വെച്ച് കാണിക്കാം. പിന്നെ എൻ്റെ സ്വന്തം പയറിനെ ഒന്ന് മെഴുക്ക് പുരട്ടാൻ 2 പച്ചമുളകും നല്ല ഒരു സവാളയൊക്കെ ഇട്ട് നമുക്കിന്ന് മെഴുക്ക് പുരട്ടുണ്ടാക്കാം. ഇന്ന് സാമ്പാറും മെഴുക്ക് പുരട്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിന്. എല്ലാ അവിയൽ തോരനൊന്നുമില്ല. ഇന്ന് സാമ്പാറുണ്ട്, അവിയലുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, മീൻ കറിയുണ്ട്, ചമ്മന്തിയുണ്ട്, മുട്ടയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, വേണമെങ്കിൽ മുളക് വറുത്തതുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അതെല്ലാം കഴിഞ്ഞു. അടുക്കളയൊക്കെ തേച്ച് കഴുകി മിനുക്കുന്ന പരിപാടിയാണ്. അടുക്കളയിൽ പണി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി പറക്കി റെഡിയാക്കി വയ്ക്കാമെന്ന് കരുതി. ഇങ്ങനെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ആരും. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ മടി കാണിക്കല്ലേ. എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് അടിക്കുക. സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കാണുക. പറ്റുമെങ്കിൽ കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമൻ്റ് ഇട്ടാൽ അത്രയും ഉത്തമം. പിന്നെ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീട്ടുവിശേഷങ്ങൾ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിതാ അടുപ്പിനെയൊക്കെ തേച്ച് തുടച്ച് മിനുക്കി പറക്കി എടുക്കുകയാണ്. പിന്നെ എൻ്റെ ബ്ലോഗേഴ്സിനെല്ലാം സുഖമില്ലേ? ബ്ലോഗേഴ്സിന് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയാസെ എൻ്റെ വീഡിയോ കുറേ ദിവസം കൊണ്ട് കാണാനില്ലാതിരുന്നു, എന്നിട്ട് ഇന്ന് വന്ന് എൻ്റെ വീഡിയോ കണ്ടു. ഞാൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് കേട്ടോ. ഞാൻ നിൻ്റെ ഒരു മിണ്ടൂല എന്ന് വിചാരിച്ചിരുന്നതാണ്, എന്നാലും ഞാൻ എല്ലാ വീഡിയോയും കാണും. അതൊക്കെ കഴിഞ്ഞതാ തൂപ്പും തുടപ്പും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നും ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ തൂത്ത് തുടയ്ക്കുന്ന പരിപാടി ഉണ്ട്. ഇനി എന്നും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി ആവുമല്ലോ, അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് കാണിക്കാതിരുന്നത്. അങ്ങനെ എല്ലായിടവും തൂത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടുക്കളയിൽ വന്നു കഴിഞ്ഞു. അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. നമ്മൾ ആരെ വീട്ടിൽ താമസിച്ചാലും എവിടെ താമസിച്ചാലും അവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും നമ്മളെ ആവശ്യമാണ് ഇല്ലേ. നമുക്ക് ഒരു വൃത്തി നമ്മളെ ജന്മനാൽ കിട്ടിയാൽ നമ്മളത് എവിടെയായാലും നോക്കും. അങ്ങനെ ആ തെങ്ങിൻ്റെ മുട്ടിൽ കുറച്ച് ഇരുമ്പം പുളിയൊക്കെ തട്ടിയത് ഒന്നുകൂടി കിടന്നു കേട്ടോ. അതിനെയൊക്കെ ഒന്ന് വെട്ടി താഴോട്ട് ഇറക്കിയിട്ട് അതിൽ തണൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഓലയൊക്കെ പറക്കിയിട്ടു. എന്നിട്ട് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോഴേക്കും തെങ്ങിന് ഒരു തണലും ആവും, കുറച്ച് ഒഴിക്കണ വെള്ളം അവിടെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഓലയൊക്കെ പറക്കി 4 സൈഡിലൊക്കെ ഇട്ട് അവിടെയൊക്കെ ഒന്ന് കൊത്തി പളച്ച് റെഡിയാക്കിയൊക്കെ എടുത്തു. ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും കരുതാമണി, ഒരു വിവരവുമില്ല. ഞാനിപ്പോൾ എൻ്റെ വീടാണെന്നാണ് എനിക്ക് ചില സമയം തോന്നുന്നത് കേട്ടോ. ഹരിതയുടെ വീടാണെന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല. എവിടെ താമസിച്ചാലും അതെൻ്റെ വീട് തന്നെയാണ്. അങ്ങനെ എൻ്റെ വീടായി തന്നെ ഞാൻ കാണുന്നത്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. സാമ്പാർ, മെഴുക്ക് പുരട്ട്, ചൂരക്കറി, ചൂര ഫ്രൈ, മുട്ട പൊരിച്ചതുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തിയുണ്ട്. ഇതെല്ലാം കൂടി ഇന്ന് അടിപൊളി ഊണായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.